വയനാട്ടിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 20 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ച വാർത്തകൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ആളുകൾ മരിക്കുന്ന വാർത്തകൾ ഇതിനു മുൻപും നമ്മളൊക്കെയും കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ആക്ച്വൽ റീസൺ എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കുക. അതിനുശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജിമ്മിൽ ഫസ്റ്റ് ടൈം പോകുന്ന ആളുകൾ ഓവർ എക്സൈറ്റ്മെന്റ് കാരണം ആദ്യത്തെ കുറച്ച് ദിവസം ഹെവി വർക്കൗട്ട്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഓർഡർ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വാമപ്പാണ്. വാമപ്പിന് ശേഷം മാത്രമേ നിങ്ങൾ ഹെവി വർക്കൗട്ട്സ് ചെയ്യാൻ പാടുള്ളൂ. അതും കഴിഞ്ഞ് സ്ട്രെച്ചും ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ എക്സസൈസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഒരുപാട് പേരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കാം ജിമ്മിൽ വന്ന ഹെവി വർക്കൗട്ട് ചെയ്ത് നേരെ പോകാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വാമപ്പിന്റെ ഇമ്പോർട്ടൻസ് മസ്റ്റായിട്ടും മനസ്സിലാക്കണം. നമ്മുടെ ബോഡി ഒരുപാട് നേരത്തെ റെസ്റ്റിന് ശേഷം ഒരു ഹെവി വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വാമപ്പ് എന്ന് പറയുന്നത്. വാമപ്പ് രണ്ട് തരത്തിലുണ്ട്. ജനറൽ വാമപ്പും ഉണ്ട്, സ്പെസിഫിക് വാമപ്പും ഉണ്ട്. ജനറൽ വാമപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് നമ്മൾ ജനറലി കൊടുക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. ട്രെഡ്മില്ലിൽ നമ്മൾ റണ്ണിങ്, ജോഗിങ്, സ്കിപ്പിങ്, ജമ്പിങ് ജാക്സ് പോലെയുള്ള ആക്ടിവിറ്റീസ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദിവസം എന്താണോ നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യുന്നത് ആ പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് സ്പെസിഫിക് വാമപ്പ് എന്ന് പറയുന്നത്. വാമപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ കൂടും. അതായത് സർക്കുലേഷൻ കൂടുന്നത് വഴി ബോഡിയിൽ മസിൽസിലേക്ക് ഓക്സിജൻ കറക്റ്റായിട്ട് എത്തുന്നു. അതുമാത്രമല്ല നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആകും, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകും, നമ്മുടെ ടോട്ടൽ മെറ്റബോളിസവും ന്യൂറോ ട്രാൻസ്മിഷനും എല്ലാം കറക്റ്റായിട്ട് നടക്കും. അതുവഴി നമ്മുടെ ഹാർട്ട് റേറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, നമ്മുടെ കാർഡിയോ ഫംഗ്ഷൻ കറക്റ്റായിട്ട് പോകും. ഇത് നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യും. വാമപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ചിങ്, അതായത് പോസ്റ്റ് വർക്കൗട്ട് ആക്ടിവിറ്റീസ്. നിങ്ങളുടെ ഹെവി വർക്കൗട്ടിന് ശേഷം ആ വർക്കൗട്ട് ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് വർക്കൗട്ട് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ ബോഡിയിൽ മസിൽ സോർനെസ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ റിക്കവറി ഫാസ്റ്റ് ആക്കാനും നിങ്ങളുടെ ബോഡിയിൽ ഇഞ്ചുറീസ് ഒന്നും വരാതെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങളുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ജിമ്മിൽ പോകുന്നത് നമ്മുടെ ശരീരത്തിന് പണിഷ്മെന്റ് കൊടുക്കാനല്ലല്ലോ, നമ്മുടെ ബോഡിയെ നന്നായിട്ട് വെക്കാനല്ലേ. അതുകൊണ്ട് പ്ലീസ് ലിസൺ ടു യുവർ ബോഡി. നിങ്ങളുടെ ബോഡിക്ക് എന്താണ് വേണ്ടത്? ശരീരത്തിന് ക്ഷീണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. അങ്ങനെ നിങ്ങളുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക.